ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് 2026 പുറത്തിറങ്ങിയ ഈ വിഷസ് കുഡ് കിൽ എന്ന നല്ല അടിപൊളി സീരീസിന്റെ കഥയാണ്. എൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ധാരാളം ആപ്പുകളില്ലേ? അതിലേതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു തന്നെ എങ്ങനെയിരിക്കും? നല്ല രസമായിരിക്കും അല്ലേ? അതുപോലൊരു ആപ്പാണ് ഗിരിഗോ. നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് സാധിച്ചു തരും. പക്ഷെ ചെറിയൊരു പ്രശ്നമുള്ള എന്താന്ന് വെച്ചാൽ, ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ഈ ആപ്പ് നമ്മളെ ആപ്പിലാക്കും. അതായത് 24 മണിക്കൂറിനകം നമ്മൾ മരിക്കും. ഇപ്പൊ അത്ര രസമൊന്നും തോന്നുന്നില്ലല്ലേ? പിന്നെ ഇതിൽ ചില സീനൊന്നും കണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം അടുത്ത ബെല്ലോടുകൂടി നമുക്ക് ഈ സീരീസ് കണ്ടു തുടങ്ങാം. ഈ സീരീസിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് റിയൂങ് എന്നൊരു പെൺകുട്ടിയാണ്. അവള് സ്വന്തം പേരും ഡേറ്റ് ഓഫ് ബർത്തും അവിടെയുള്ള ഒരു ഭിത്തിയിൽ എഴുതി വെച്ചിട്ട് അവളുടെ ഫോണിൽ ഗിരിഗു എന്നൊരു ആപ്പിൽ വീഡിയോ റെക്കോർഡ് ചെയ്യും. അതിൽ അവൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആരിതുപോലെ സ്വന്തം പേരും ഡേറ്റ് ഓഫ് ബർത്തും എഴുതി ഈ ആപ്പിനോട് അവരുടെ ആഗ്രഹം പറയുന്നോ അത് ഈ ആപ്പ് വഴി സാധിക്കും. റിയോങ്ങിന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ നിങ്ങളെല്ലാം മരിക്കണമെന്നാണ്. ഇത്രയും പറഞ്ഞിട്ട് അവൾ കയ്യിലിരിക്കുന്ന പേനാക്കത്തി കൊണ്ട് അവളുടെ കഴുത്ത് മുറിക്കും. ഇനിയാണ് നമ്മുടെ നായിക സിയയെ കാണിക്കുന്നത്. അവളുടെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചുകൊണ്ട് ആന്റിക്കൊപ്പമാണ് സിയ താമസിക്കുന്നത്. സിയയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, പേര് ജിയൂൺ. അവനും സിയ താമസിക്കുന്ന ഈ ഫ്ലാറ്റിന്റെ തൊട്ടു മുകളിലാണ് താമസിക്കുന്നത്. സിയയുടെ അതേ ക്ലാസ്സിൽ തന്നെയാണ് ജിയൂണും പഠിക്കുന്നത്. അതുമല്ല, ഇവർക്കൊപ്പം ഇനി 3 പേരും കൂടെ ഉണ്ട്. ഇവര് 5 പേരും കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ചുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പക്ഷേ സിയയും ജിയൂണും തമ്മിലുള്ള പ്രണയമൊന്നും ബാക്കി 3 പേർക്കും, അവർക്കെന്നല്ല, ഈ ലോകത്ത് നമ്മളല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. ഇനി ഈ കൂട്ടത്തിലെ ബ്യൂട്ടി ക്യൂനാണ് നാരി. നാരിക്കും ജിയോണിനോട് ഒരു ക്രഷ് ഉണ്ടെങ്കിലും അവൾ അത് തുറന്നു പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലേലും എല്ലാവർക്കും അതറിയാം. എല്ലാവർക്കും അത് അറിയാമെന്ന് നാരിക്ക് മാത്രം അറിയത്തില്ല കേട്ടോ. ഇവര് 3 പേരും സംസാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് നാരിയെ തള്ളിമാറ്റി കൂട്ടത്തിലെ 4-മനായ ഹിയൂങ് വരുന്നത്. ഹിയൂങ്ങിന് കുറച്ച് ദിവസമായിട്ട് ഈ സിയയുടെയും ജിയൂണിന്റെയും പെരുമാറ്റത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾ തമ്മിൽ ലവ് ആണോ എന്ന് അവൻ സംശയത്തോടെ ചോദിക്കുന്നത്. പക്ഷെ നാരിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ നാരി മുഖത്തടിച്ച പോലെ അവനോട് ദേഷ്യപ്പെടും. ഇത് കണ്ട ഹിയൂങ്, സിയയെ ജിയൂണോ ആരെങ്കിലും ഒക്കെ പ്രേമിക്കട്ടെ, നീ പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് നാരിയെ ആശ്വസിപ്പിക്കും. ഇത് കേട്ട് നാരിക്ക് ഒന്നുകൂടെ ദേഷ്യം വരും. അവൾ ആ ദേഷ്യത്തിലാണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. ഈ കൂട്ടത്തിലെ പഠിപ്പിയാണ് 5-മനായ ഹാജുൻ. അവനാണെങ്കിൽ സിയെ ഇഷ്ടമാണ്. ഇത് കേട്ടിട്ട് ഇതൊരു ലവ് സ്റ്റോറി ആണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നന്നായിട്ട് പേടിപ്പിക്കുന്ന നല്ല കിടിലം പ്രേത സീരീസ് ആയത് കേട്ടോ. ഹിയൂങ്ങിനാന്നേല് അവന്റെ സംശയം ഹാജുവിനോട് പറഞ്ഞോളാഞ്ഞു വയ്യ. സംശയം എന്ന് കേൾക്കുമ്പം പഠിക്കുന്നതിനെ പറ്റി ആവത്തില്ലെന്ന് ഹാജുവിനറിയാം. കാരണം ആ സ്കൂളിലെ പ്രധാനപ്പെട്ട ഉഴപ്പന്മാരിൽ ഒരാളാണ് ഹിയൂങ്. ഹിയൂങ് സിയയും ജിയൂണും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഹാജുവിനോട് പറയാൻ വരുമ്പോഴാണ് പരീക്ഷയുടെ മാർക്കുമായിട്ട് ക്ലാസ് ടീച്ചർ വരുന്നത്. ഇത്തവണയും സ്കൂളിൽ തന്നെ 1-ാം സ്ഥാനം ഹാജുവിനാണ്. എന്നാൽ സ്കൂളിലെ തന്നെ 2-ാം സ്ഥാനക്കാരന്റെ പേര് കേൾക്കുമ്പോഴാണ് ക്ലാസ്സിലുള്ള മൊത്തം പിള്ളേരും ഞെട്ടുന്നത്. സെക്കൻഡ് വേറെ ആരുമല്ല, ജയിക്കൂന്ന് പോലും ഉറപ്പില്ലാത്ത ഹിയൂങ് ആണ്. അവൻ വരെ റിസൾട്ട് കേട്ട് ചിരിക്കണോ കരയണോ എന്നറിയാതെ നിൽക്കും. അപ്പോഴാണ് അവന്റെ ഫോണിലെ ഗിരിഗോ ആപ്പില് നിന്റെ ആഗ്രഹം സാധിച്ചെന്നുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. ലഞ്ച് ബ്രേക്കിന് 4 കൂടി ഹിയൂങ്ങിന് ചുറ്റും കൂടും. പഠിക്കാത്ത നീ എങ്ങനെ 2-ാം സ്ഥാനത്തെത്തിയെന്ന് അവർ ചോദിക്കുമ്പോൾ അതെല്ലാം ഗിരിഗോ ആപ്പിന്റെ ഐശ്വര്യമാണെന്നാണ് ഹിയൂങ് പറയുന്നത്. എന്നിട്ട് അവൻ അതിന്റെ ലിങ്കും എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഈ ആപ്പ് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ ഒന്നും കിട്ടത്തില്ല. ലിങ്ക് കിട്ടിയതും ജിയോൺ ഉടനെ തന്നെ അവന്റെ ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്യും. എന്നാൽ ഇത് കേട്ട് നാരിക്ക് ഇതൊന്നും വിശ്വാസമാവത്തില്ല. അവൾക്കാണെങ്കിൽ രാവിലെ മുതലേ ഹിയൂങ്ങിനോട് നല്ല ദേഷ്യമുണ്ട്. കുറച്ച് നാളായിട്ട് നാരിക്ക് ജിയോണിനോട് ഇഷ്ടം തുടങ്ങിയ പിന്നെ സിയയെയും ഹിയൂങ്ങിനെയും അത്ര താല്പര്യമൊന്നുമില്ല. ഹാജും പിന്നെ ഒരു പഠിപ്പിയായോണ്ട് അവൻ എപ്പോഴും പഠിത്തത്തിൽ ശ്രദ്ധിച്ച് നടക്കുന്നുണ്ട്. നാരിക്ക് അവനോട് പ്രശ്നമൊന്നുമില്ല. ഈ പൊട്ടം പറയുന്ന വട്ടും കേട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ പോകുവാന്ന് പറഞ്ഞ് നാരി എഴുന്നേറ്റ് പോകും. സത്യത്തില് നാരിക്ക് മാത്രമല്ല ബാക്കി 3 പേർക്കും ഈ ഹിയൂങ് പറയുന്നതായോണ്ട് അതൊരു തമാശയായിട്ടാ തോന്നുന്നത്. അവരുടനെ എഴുന്നേറ്റ് പോകും. അപ്പോഴാണ് ഹിയൂങ്ങിന്റെ ഫോണിലെ ഗിരിഗോ ആപ്പില് 24 മണിക്കൂറിന്റെ ഒരു കൗണ്ട് ഡൗൺ തുടങ്ങുന്നത്. അതെന്താന്ന് ഹിയൂങ്ങിന് മനസ്സിലാവത്തില്ല. നാരിക്കാണെങ്കിൽ രാവിലെ ഹിയൂങ് പറഞ്ഞപ്പോൾ മുതൽ ഇനി സിയയും ജിയൂണും തമ്മിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചെറിയൊരു സംശയം തോന്നും. അവളത് സിയോട് തുറന്നു ചോദിക്കുമ്പം അങ്ങനൊന്നുമില്ല എന്ന് സിയ കള്ളം പറയും. അത് കേട്ടതും നാരിക്ക് ഒരല്പം സമാധാനമാകും. ഹിയൂങ്ങിന്റെ പിറന്നാളാണ് ഈ ആഴ്ച. അതിന് നീ ഗിഫ്റ്റ് വാങ്ങിയെന്ന് സിയ ചോദിക്കുമ്പം നാരി അവൾക്ക് ഹിയൂങ്ങിന് ഒട്ടും ഇഷ്ടമല്ലെന്നുള്ള കാര്യം ഉള്ളതുപോലെ സിയയോട് പറയും. എന്നിട്ട് അവന്റെ കുറ്റം പറയുമ്പം സിയയ്ക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. അവൾ മതി നിർത്തുന്ന നാരിയോട് പറയുമ്പോഴാണ് പുറത്തു നിൽക്കുന്ന ഹിയൂങ്ങിനെ അവർ കാണുന്നത്. അതോടെ ഇവര് പറഞ്ഞൊന്നും അവൻ കേട്ടില്ലെന്ന മട്ടില് നാരി പെട്ടെന്ന് ചിരിച്ചോണ്ട് വിഷയം മാറ്റും. ഇത് കേട്ട ഹിയൂങ്, നിങ്ങൾ എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് മറക്കാതെ വരണേന്ന് പറയുമ്പം നാരി, പിന്നെ നിനക്കുള്ള ഗിഫ്റ്റ് വരെ ഞാൻ എപ്പോഴേ വാങ്ങി വെച്ചെന്നും പറഞ്ഞ് സിയയും വിളിച്ച് ക്ലാസ്സിലേക്ക് പോകും.
പക്ഷേ നാരി ഹിയൂങ്ങിനെ കുറിച്ച് പറഞ്ഞെല്ലാം അവൻ കേട്ടായിരുന്നു കേട്ടോ. പഠിപ്പി ഹാജുവിന് ഒരു ചേച്ചിയുണ്ട്. അവരുടെ പേര് ഹെസ്തൽ എന്നാ. അവരൊരു ഷമാനാണ്. ഷമാൻ എന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്ക് നല്ലതൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല മന്ത്രവാദിനി. അവളുടെ സഹായത്തിനായിട്ട് ഭർത്താവ് ബംഗൂളും കൂടെ തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പം ഹെസ്തലിന് എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്ന പോലൊരു തോന്നലുണ്ടാവും. പൊതുവെ പുറത്തുനിന്നാർക്കും ഈ വീടിനകത്തേക്ക് പ്രവേശനമില്ല. എങ്കിലും താമസിയാതെ ആരോ ഉടനെ ഇവിടേക്ക് വരുമെന്ന് ഹെസ്തലിന് തോന്നും. ഇത് കേട്ട് ബംഗൂൾ നല്ലപോലെ ഹാപ്പി ആവുന്നുണ്ട്. ഹെസ്തലിന് ഈ വീട് വിട്ട് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. അവൾ പുറത്തേക്ക് പോയാൽ ആ നിമിഷം അവളെ പ്രേതം ആക്രമിക്കും. അതുകൊണ്ട് അവളെ തനിച്ചാക്കി ബംഗൂളും എങ്ങും പോകത്തില്ല. നമ്മുടെ സിയ ആളൊരു അത്ലറ്റും കൂടിയാണ് കേട്ടോ. ജിയോണും അത്ലറ്റ് ആണെങ്കിലും അവനിപ്പോൾ കുറച്ച് നാളായിട്ട് നല്ലോണം ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദേഷ്യം വന്ന കോച്ച് ഇങ്ങനെ പോയാൽ താമസിയാതെ നിന്നെ ഞാൻ പുറത്താക്കുമെന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടും. ഇത് കണ്ട സിയ കോച്ച് കേൾക്കാതെ അവനോട്, നീ ചാടുമ്പം ടെൻഷൻ അടിക്കാതെ നിനക്കിത് ചെയ്താലേ പറ്റൂ, വേറെ വഴിയില്ലെന്ന് ചിന്തിച്ചൊന്ന് ചാടി നോക്കിക്കേ, അന്നേരം ഈസി ആയിട്ട് ജമ്പ് ചെയ്യാൻ പറ്റുമെന്നൊരു ട്രിക്ക് പറഞ്ഞു കൊടുക്കും. പ്രാക്ടീസ് കഴിയുമ്പം കോച്ച് സിയെ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി വല്ലതും ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട്, നീ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. സിയയ്ക്ക് കോച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല. അവളിങ്ങനെ അന്തം വിട്ടിരിക്കുമ്പോഴാണ് സിയയ്ക്ക് നാഷണൽ അത്ലറ്റിക് ടീമിൽ സെലക്ഷൻ കിട്ടിയെന്ന കാര്യം കോച്ച് അവളെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ക്ലാസ് കഴിഞ്ഞാലും ട്രെയിനിങ് കാണും. അതുമല്ല, ഈ ആഴ്ച മുതൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ ശനിയും ഞായറും ട്രെയിനിങ് ഉണ്ടാകും. ഒപ്പം വേണമെങ്കിൽ ജിയോണിനെയും കൂടെ കൂട്ടിക്കോ, ഇല്ലേല് അവൻ വിരഹദുഃഖം അനുഭവിക്കേണ്ടി വരുമെന്ന് കോച്ച് പറയും. ഇത് കേട്ട് സിയ ഞെട്ടിപ്പോവും. പരമ രഹസ്യമാക്കി വെച്ച കാര്യം കോച്ച് എങ്ങനെ അറിഞ്ഞെന്ന് അവൾ ചോദിക്കുമ്പം അവര് ചിരിക്കും. ഈ പ്രായം കഴിഞ്ഞല്ലേ അവരും വന്നത്. ക്ലാസ് കഴിഞ്ഞെങ്കിലും ഹിയൂങ്ങിനും ഹാജുവിനും കോഡിങ്ങിന്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. പക്ഷെ ക്ലാസ്സിലിരിക്കുന്ന ഹിയൂങ്ങിന് ഒന്നിലും ശ്രദ്ധ കിട്ടാതെ അവൻ അസ്വസ്ഥനാകുന്നതും മരുന്ന് കഴിക്കുന്നതുമെല്ലാം ഹാജുൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് സിയ ഹിയൂങ്ങിനെ ഫോണിൽ വിളിക്കുന്നത്. അവൻ ഫോൺ എടുത്ത് പുറത്തേക്ക് പോകുമ്പം സിയ ജിയൂണിനോടും നാരിയോടും ഹിയൂങ്ങിനെ കളിയാക്കി സംസാരിക്കുന്നതും സിയ അവന്റെ കുറ്റം പറയുന്നതുമാണ് ഹിയൂങ് കേൾക്കുന്നത്. ഇത് കേട്ട് അവന് ശരിക്കും സങ്കടം വരും. അവൻ തിരിച്ച് ഹലോ പറഞ്ഞതും ഫോൺ അങ്ങ് കട്ടാവും. സങ്കടം വന്ന ഹിയൂങ് വീണ്ടും വീണ്ടും സിയെ വിളിച്ചു നോക്കുമെങ്കിലും അവള് കോൾ എടുക്കുന്നില്ല. ഇതോടെ ഹിയൂങ് ശരിക്കും ഡിപ്രസ്ഡ് ആവും. ഒന്നാമത് നാരി പറഞ്ഞതൊക്കെ അവൻ നേരിട്ട് കേട്ടായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ സിയ ആണെങ്കിൽ ഇതൊന്നും അറിയാതെ സെലക്ഷൻ കിട്ടിയതിനെ കുറിച്ചൊക്കെ ജിയൂണിനോട് പറഞ്ഞിട്ട് അവന്റെ ഒപ്പം ബസ്സിൽ അവരുടെ ഫ്ലാറ്റിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. ജിയോണിനൊപ്പം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് സിയ ഹിയൂങ്ങിന്റെ മിസ് കോളുകൾ കാണുന്നത്. ഇവൻ ഇതെന്തു പറ്റി ഇത്രയും തവണ വിളിക്കാനെന്നും പറഞ്ഞിട്ട് സിയ തിരിച്ചു വിളിക്കുമ്പം, എന്നാലും നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ഹിയൂങ് ഫോൺ കട്ട് ചെയ്യും. ഈ ആഴ്ച ട്രെയിനിങ് തുടങ്ങിയാൽ സിയയ്ക്ക് ഹിയൂങ്ങിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജിയോൺ ഒരു തമാശയ്ക്ക് അവിടെ ഫുഡ് കൊണ്ടുവന്ന ഒരു പേപ്പർ എടുത്തിട്ട് അവന്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എഴുതിയിട്ട് ഗിരിഗോ ആപ്പിനോട് സിയയുടെ ഈ ആഴ്ചത്തെ ട്രെയിനിങ് മാറ്റിവെക്കാൻ വിഷ് ചെയ്യും. സിയയും അതൊരു തമാശയായിട്ടാണ് കാണുന്നത്. നാരിക്ക് അവളെക്കാളും സീനിയർ ആയിട്ടുള്ള രണ്ട് കൂട്ടുകാരുണ്ട്. അവരെ ക്ഷണിച്ചിട്ട് അവരെ കാണാനായിട്ട് അവള് പബ്ബിലോട്ട് പോകും. പഠിപ്പി ഹാജുവിനാണെങ്കിൽ ഓൺലൈനായിട്ട് ഹാക്കിംഗ് ഒക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അവൻ എപ്പോഴും പഠിത്തവാ. രാവിലെയായി പതിവ് പോലെ സിയയും ജിയൂണും സ്കൂളിലേക്ക് പോകും. പക്ഷെ ഇന്ന് നാരി വന്നിട്ടില്ല. ഹിയൂങ് ആണെങ്കിൽ പതിവില്ലാത്ത പോലെ ഡെസ്കിൽ വയ്യാത്ത പോലെ കിടക്കുകയാണ്. അവന്റെ നോട്ടം സിയയുടെ അടുത്തേക്കാണ്. പക്ഷെ സിയയല്ല, സിയയുടെ അടുത്തുള്ള ഒഴിഞ്ഞ കസേരയിലേക്കാണ് അവൻ നോക്കുന്നത്. ഇപ്പം ഹിയൂങ്ങിന്റെ ഫോണിലെ കൗണ്ട് ഡൗണ് 24 മണിക്കൂറിൽ നിന്ന് വെറും 2 മിനിറ്റായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സാറ് വന്നിട്ടും ഹിയൂങ് എഴുന്നേക്കാതെ ഫോണും പിടിച്ച് കിടക്കുകയാണ്. ഇവൻ ഇതെന്തു പറ്റിയെന്ന് സാറ് ചോദിക്കുമ്പം അടുത്തിരിക്കുന്ന ജിയൂൺ അവനോട് സാറ് വിളിക്കുന്ന എഴുന്നേക്കാൻ പറയും. പെട്ടെന്ന് അവൻ എഴുന്നേക്കുമെങ്കിലും പൗച്ചിന്ന് പേനാക്കത്തി എടുത്തതും ജിയൂൺ അത് വാങ്ങാൻ നോക്കുമ്പം ഹിയൂങ് അവനെ ഒന്ന് തട്ടി മാറ്റത്തേയുള്ളൂ. അവൻ തെറിച്ച് ഭിത്തിയിൽ പോയിടിക്കും. ഹിയൂങ് പൊസസ്ഡ് ആയ പോലെ നിൽക്കുന്നത്. പെട്ടെന്ന് അവൻ സിയയുടെ പിന്നിലെ കസേരയിലേക്ക് നോക്കി, നിന്നെ ഞാൻ ശരിയാക്കൂടിയെന്നും പറഞ്ഞ് അവിടേക്ക് ഓടി വരും. പക്ഷേ അവിടെ നിൽക്കുന്ന സിയയെ തള്ളിക്കൊണ്ട് അവൻ അവിടുത്തെ ജനലും പൊട്ടിച്ച് ക്ലാസ്സിന് പുറത്തേക്ക് വീഴും. ഞാൻ പറഞ്ഞില്ലേ, ഹിയൂങ് പൊസസ്ഡ് ആയ പോലെ. അതുകൊണ്ട് ആരോ പിടിച്ചെഴുന്നേപ്പിച്ച പോലെ ഹിയൂങ് നിലത്തുനിന്ന് എഴുന്നേക്കും. എന്നിട്ട് സിയയുടെ മുമ്പിൽ വെച്ച് തന്നെ കയ്യിലിരിക്കുന്ന പേനാക്കത്തി കൊണ്ട് അവന്റെ കഴുത്ത് മുറിക്കും. പേടിച്ച സിയ അവന്റെ ബ്ലീഡിങ് നിർത്താൻ നോക്കുമെങ്കിലും പറ്റുന്നില്ല. അപ്പോഴേക്കും ഹിയൂങ് മരിക്കും. അവൻ മരിച്ചതും ഗിരിഗോ ആപ്പിലെ ടൈമർ 0 ആയിട്ട് അവന്റെ ഫോൺ ഓഫ് ആവും. ഹിയൂങ്ങിന്റെ മരണം അന്വേഷിക്കാൻ വന്ന പോലീസ് CCTV ചെക്ക് ചെയ്ത് നോക്കുമ്പം അസ്വാഭാവികത തോന്നുന്നുണ്ടെങ്കിലും അതവൻ സ്വയം ചെയ്തു തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാവും. ഇത് നേരിട്ട് കണ്ട സിയ ആ ഷോക്കിൽ നിന്ന് മാറാത്തോണ്ട് അവള് മെഡിക്കൽ റൂമിലാണ്. ജിയൂണും ഹാജുനും ക്ലാസ്സിൽ തന്നെ ഇരുന്ന് കരയുകയാണ്.
അപ്പോഴാണ് സിയയ്ക്ക് തലേന്ന് രാത്രി നടന്ന സംഭവം ഓർമ്മ വരുന്നത്. ഹിയൂങ് അവളെ വിളിച്ച് സങ്കടപ്പെട്ടില്ലേ? അതുകൊണ്ട് ജിയോൺ പോയ ശേഷം സിയ ഹിയൂങ്ങിന്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അവനെ പുറത്തേക്ക് വിളിക്കും. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം ഹിയൂങ് അവനെ സിയ ഫോൺ ചെയ്തതും ഒന്നും സംസാരിക്കാതെ നാരിക്കും ജിയോണിനും ഒപ്പം അവനെ കളിയാക്കിയത് കേട്ടതും സിയോട് പറയുമ്പം സിയ ശരിക്കും ഞെട്ടിപ്പോവും. സിയ അവനോട് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഹിയോങ് വിളിക്കുന്ന സമയം അവള് ജിയോണിനൊപ്പം വീട്ടിലേക്ക് പോകുമായിരുന്നെന്നും നാരിയെ സ്കൂൾ വിട്ട ശേഷം കണ്ടിട്ടില്ലെന്നും പറയും. ഹിയോങ്ങിന് സിയ പറയുന്നത് വിശ്വാസമാണ്. പക്ഷെ പിന്നെ ആരാ വിളിച്ചതെന്ന് ഇവർക്ക് മനസ്സിലാവത്തില്ല. ഇപ്പം നോക്കുമ്പം സിയ വിളിച്ച ആ കോളും ഫോണിലില്ല. സിയയുടെ ട്രെയിനിങ് കാരണം ഹിയൂങ്ങിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് സിയ അവനുള്ള ഗിഫ്റ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നാഷണൽ ടീമിൽ സെലക്ഷൻ കിട്ടിയ കാര്യം അവനോട് പറയും. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും ഹിയൂങ്ങിനൊരു സന്തോഷമില്ല. ആള് ഭയങ്കര സങ്കടത്തിലായിരുന്നു. മെഡിക്കൽ റൂമിൽ നിന്ന് തിരികെ ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് ഹിയോങ് മരിച്ച കാര്യം അറിഞ്ഞിട്ട് കോച്ച് സിയയുടെ അടുത്തേക്ക് വരുന്നത്. അവളെ കോച്ച് ആശ്വസിപ്പിച്ചിട്ട് ട്രെയിനിങ് ഈ ആഴ്ചയില്ല, അത് മാറ്റിവെച്ചെന്നറിയിക്കും. അത് കേൾക്കുമ്പം ആദ്യം സിയയ്ക്കൊന്നും തോന്നത്തില്ലെങ്കിലും പെട്ടെന്ന് നമുക്ക് തലേന്ന് രാത്രി ജിയോൺ ഗിരിഗു ആപ്പിനോട് ട്രെയിനിങ് ഈ ആഴ്ച കാണില്ലെന്ന് വിഷ് ചെയ്ത കാര്യം ഓർമ്മ വരും. പെട്ടെന്ന് നമ്മൾ ജിയോന്റെ ആഗ്രഹം നടന്നാൽ ഇനി അവനും എന്തെങ്കിലും പറ്റിയാലോ എന്ന് കരുതിയിട്ട് എന്ത് വന്നാലും ട്രെയിനിങ് മാറ്റണ്ടെന്ന് കോച്ചിനോട് പറയാൻ വരുമ്പോഴേക്കും ഓഡിറ്റോറിയത്തിന്റെ മുകളിലത്തെ ആ സ്ലാബ് പൊട്ടി അവളുടെ നേരെ വീഴും. ഭാഗ്യത്തിന് സിയയ്ക്കൊന്നും പറ്റിയില്ല. ഹിയൂങ്ങിന്റെ ഫോണിലെ ടൈമർ പോലെ എന്തെങ്കിലും തന്റെ ഫോണിൽ ഉണ്ടോ എന്ന് അറിയാനായിട്ട് സിയ ഫോൺ എടുത്ത് നോക്കുമ്പം അതിൽ സാധാരണ സമയമാണ് കാണിക്കുന്നത്. ഈ സമയം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജിയോന്റെ ഫോണിലേക്ക് നിന്റെ ആഗ്രഹം സാധിച്ചെന്നുള്ള ഗിരിഗു ആപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരും. ഹിയൂങ്ങിന്റെ മരണവും ഗിരിഗു ആപ്പും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നിയ സിയ ജിയോണിന്റെ അടുത്ത് വന്നിട്ട് നിന്റെ ഫോണിൽ എന്തെങ്കിലും ടൈമർ ഓൺ ആയോ എന്ന് ചോദിക്കും. അത് കേട്ട് ജിയോൺ ഫോണിലേക്ക് നോക്കുമ്പം അതിലും 24 മണിക്കൂറിന്റെ ടൈമർ ഓൺ ആയിട്ടുണ്ട്. ഇന്നലത്തെ പാർട്ടി കാരണം നാരി താമസിച്ചാണ് സ്കൂളിലേക്ക് വന്നത്. അന്നേരമാണ് ഹിയൂങ് മരിച്ച കാര്യവും അവൾ അറിയുന്നത്. ഒപ്പം ജിയോന്റെ ഫോണിലെ ടൈമറും അവൾ കാണും. കൂട്ടത്തിൽ ടെക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഹാജുവിന് ജിയൂൺ സിയയ്ക്കൊപ്പം നിന്നെടുത്ത അന്ന് ഗിരിഗു ആപ്പിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തില്ലേ, അത് കാണിക്കും. ഒന്നാമത് നാരിക്ക് ജിയൂണിനൊപ്പം സിയ സ്കൂളിലേക്ക് വരുന്നത് പോലും ഇഷ്ടമില്ല. അപ്പോഴാണ് രാത്രി ഒരുമിച്ചിരുന്ന് സിയയ്ക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നതും ഈ വീഡിയോയും കാണുന്നത്. ഹാജൂൻ ആദ്യം തന്നെ ഫോണിന്റെ ഫാക്ടറി റീസെറ്റ് ചെയ്ത് നോക്കും. സിയയുടെ ട്രെയിനിങ് ക്യാൻസൽ ആയെന്ന് പറഞ്ഞ സമയം 11:26 ജിയോണിന്റെ ഫോണിലെ ടൈമർ ഓൺ ആയിരിക്കുന്നതും ആ സമയത്ത് തന്നെയാണ്. നാരിക്ക് ഇപ്പോഴും ഇതിലൊന്നും ഒട്ടും വിശ്വാസമില്ല. അവളുടെ പ്രശ്നം ജിയോണും സിയയും തമ്മിൽ ഇനി ഇഷ്ടത്തിലാണോ എന്നുള്ളത് മാത്രമാണ്. എല്ലാം ഈ ആപ്പിന്റെ കുഴപ്പമായിരിക്കും. ഇന്നലെ ഹിയൂങ് ആപ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇവരെല്ലാം വിശ്വസിക്കാതെ എഴുന്നേറ്റ് പോകുമ്പം ഹിയൂങ് സിയോട് നീയെങ്കിലും വിശ്വസിക്കണമെന്ന് പറയുമ്പോഴാണ് ഈ ടൈമർ ഓൺ ആവുന്നത്. അപ്പോഴതത്ര കാര്യമാക്കിയില്ലെങ്കിലും അവന്റെ മരണത്തോടെ ടൈമർ ഓഫ് ആയതും സിയ കണ്ടായിരുന്നല്ലോ. അതവൾ പറയുമ്പം നാരി വീണ്ടും ഓരോന്ന് പറഞ്ഞ് സിയയോട് തർക്കിക്കാൻ നിൽക്കും. ഇത് കേട്ട ജിയോൺ നാരിയോട് ഒന്ന് മിണ്ടാതിരിക്കാവോ എന്ന് ചോദിക്കും. നാരിയാണെങ്കിൽ സമനില തെറ്റിയ പോലെ എന്തൊക്കെയോ വിളിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഹാജൂൻ ഫോൺ റീസെറ്റ് ചെയ്തിട്ട് ഓണാക്കി നോക്കുമ്പം ഗിരിഗു ആപ്പിന്റെ ടൈമർ അതുപോലെ അവിടെ ഉണ്ട്. ഇനിയിപ്പം ലാപ്ടോപ്പിൽ ഫോൺ കണക്ട് ചെയ്ത് അങ്ങനെ ഗിരിഗു ആപ്പ് ചെക്ക് ചെയ്ത് നോക്കിയാലേ എന്തേലും മനസ്സിലാകത്തുള്ളെന്ന് ഹാജുവും പറയുമ്പം എൻ്റെ ഫ്ലാറ്റിലാണെങ്കിൽ ആരും കാണത്തില്ലല്ലോ, നമുക്ക് അവിടെ വെച്ച് ചെക്ക് ചെയ്യാം, നിങ്ങൾ മൂന്നും കൂടെ വൈകിട്ട് അവിടേക്ക് വരാൻ സിയ പറയും. അതിന് 3 പേര് സമ്മതിക്കും. സിയയുടെ യൂണിഫോം മൊത്തം ബ്ലഡ് ആയതുകൊണ്ട് തിരികെ പോകുന്ന വഴി ജിയോൺ അവന്റെ കോട്ടൂരി അവൾക്ക് കൊടുത്തിട്ട് നാരി പറഞ്ഞു ഒന്ന് മനസ്സിൽ വെച്ച് നീ വിഷമിക്കേണ്ട, നിനക്ക് ഞാനില്ലേ എന്ന് സിയെ ആശ്വസിപ്പിക്കും. എന്നിട്ട് തിരികെ വീട്ടിലെത്തി ബെഡിൽ കിടക്കുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് സിയയുടെ കോള് വരുന്നത്. ജിയോൺ എടുക്കുമ്പോൾ കേൾക്കുന്നത് സിയയും നാരിയും ഹാജുവിനും കൂടി ചേർന്നിട്ട് ജിയോണിനെ കളിയാക്കി ചിരിക്കുന്നതാണ്. അത് സത്യമല്ലെന്ന് അറിയാവുന്നുണ്ട് ജിയോൺ കോള് കട്ടാക്കാതെ ഓടി സിയയുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലും. ലോക്കൊക്കെ അവൻ അറിയാം കേട്ടോ. വാതിൽ തുറന്ന് ജിയോൺ അകത്തേക്ക് കയറുമ്പം സിയ കുളിച്ചിട്ടിറങ്ങുന്നതാണ് കാണുന്നത്. അവളെ കോള് കാണിക്കുമ്പം അത് ഓഫായി പോവും. ജിയോൺ ഫോണിലൂടെ കേട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇന്നലെ രാത്രി ഹിയൂങ്ങും ഇതുപോലെ കേട്ട കാര്യം സിയ അവനോട് പറയുന്നത്. വൈകുന്നേരത്തോടെ ബാക്കി 2 പേരും കൂടെ സിയയുടെ ഫ്ലാറ്റിലേക്ക് വരും. നാരി ലിഫ്റ്റിൽ വെച്ച് ഹാജുവിനോട് നിനക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് തിരക്കും. ഹാജുവിന് ഇതിലൊന്നും ഒട്ടും വിശ്വാസമില്ല. മാത്രമല്ല ഈ പ്രേതം ഭൂതം ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുന്ന തന്നെ അവന് ഇഷ്ടമല്ല. ജിയോന്റെ ഫോണിലെ ടൈമർ ഇപ്പം 16 മണിക്കൂറായി. ലാപ്ടോപ്പ് വഴി ജിയോന്റെ ഫോണിലെ എല്ലാ ആപ്പും പ്രത്യേകിച്ച് ഗിരിഗു ആപ്പും ചെക്ക് ചെയ്ത് നോക്കുമ്പം ഗിരിഗു ആപ്പിന്റെ കോഡിങ്ങിലൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ലാപ്ടോപ്പ് വഴി ഫോണിന്റെ ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജിയോണിന് കണ്ണി ഉറിയാൻ തുടങ്ങുന്നത്. ഇത് നാരി ശ്രദ്ധിക്കും.
ജിയൂണ് പെട്ടെന്ന് മുറിയുടെ ഒരു മൂലയ്ക്ക് ആരെയോ കണ്ട പോലെ പേടിച്ചവിടേക്ക് കൈ ചൂണ്ടും. ഇത് കണ്ട നാരി ഉടനെ ജിയൂന്റെ വീഡിയോ എടുക്കും. ജിയൂണും പൊസസ്ഡ് ആയ പോലെ അവന്റെ മൂക്കിൽ നിന്ന് മയുന്ന രക്തം വന്നിട്ട് അവിടെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങും. സിയോ ഉടനെ ഫോൺ എടുത്ത് ആംബുലൻസ് വിളിക്കുന്നുണ്ടെങ്കിലും ജിയൂണിനെ ഹാജുൻ തടയുമ്പം ജിയൂൺ പ്രേതത്തെ പോലെ ചിരിച്ചുകൊണ്ട് നിന്നെയെല്ലാം കൊല്ലുടിയെന്നും പറഞ്ഞ് ഹാജുവിനെ തള്ളി മാറ്റിയിട്ട് സിയയുടെ ചേട്ടത്തടിക്കും. ആ അടിയിൽ സിയ താഴെ വീഴും. ഉടനെ ഹാജുൻ ഓടി വന്ന് ജിയൂണിനെ പിടിച്ചു നിർത്താൻ നോക്കുമ്പം നിന്നെ പോലൊരു നരുന്ന് ചെറുക്കം വിചാരിച്ച എന്നെ അങ്ങ് ഒഴിവാക്കാൻ പറ്റുമെന്ന് കരുതിയെന്ന് പ്രേതത്തിന്റെ ശബ്ദത്തിൽ ചോദിച്ച് ജിയൂൺ ഹാജുവിന്റെ കഴുത്തിൽ പിടിച്ചു പൊക്കും. ജിയൂൺ ഹാജുവിനെ കൊല്ലാൻ പോകുകയെന്ന് മനസ്സിലാക്കിയ സിയ അവിടെ ഇരിക്കുന്ന ലാപ്ടോപ്പ് എടുത്ത് ജിയൂന്റെ തലക്കടിക്കും. ആ അടിയിൽ ജിയൂന്റെ ബോധം പോവും. ലാപ്ടോപ്പ് വഴി റീസെറ്റ് ചെയ്തിട്ടും അവന്റെ ഫോണിലെ ടൈമർ ഇപ്പോഴും ഓടുന്നുണ്ട്. അത് ഓഫ് ആയിട്ടില്ല. നാരിയാണേല് ഇരുന്നിടത്ത് നനങ്ങാതെ പേടിച്ച് ഇതെല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ ഇതെല്ലാം ദൂരെ ഇരിക്കുന്ന ഹാജുവിന്റെ ചേച്ചി ഹെസ്തലിന് മനസ്സിലാവും. ജിയൂണിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് സിയയുടെ ആന്റി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ്. സിയയ്ക്കും അടി കിട്ടിയോണ്ട് അവളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആന്റിയും മറ്റുള്ളവരും കരുതിയിരിക്കുന്നത് ഇനി സിയയും ജിയൂണും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ടിട്ട് അവർ പരസ്പരം ഉപദ്രവിച്ചെന്നായിരിക്കും. അത് പറഞ്ഞ് ആന്റി പോയതും സിയ നേരെ ജിയൂൺ കിടക്കുന്ന ഐസുവിന്റെ മുന്നിലേക്ക് പോകും. എന്നാൽ ഇത് കണ്ട നാരി അവളെ അവിടുന്ന് ആരും കാണാതെ വലിച്ചുകൊണ്ട് പോകും. എന്നിട്ട് തൽക്കാലം ജിയൂണിന്റെ വീട്ടുകാർ നിന്നെ കാണണ്ട, അവര് കരുതുന്നത് നീയാണ് ജിയൂണിനെ ഈ അവസ്ഥയിലാക്കിയെന്നാണ്. അതുകൊണ്ട് തൽക്കാലം നിന്നെ അവർ കാണണ്ടെന്ന് പറയും. ജിയൂണിന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നാരിയുടെ ഫോണും ബാഗും എല്ലാം സിയയുടെ വീട്ടിലാണ്. അതെടുക്കാനായിട്ട് സിയ നാരിക്ക് സെക്യൂരിറ്റിയുടെ ആ ലോക്ക് നമ്പർ പറഞ്ഞു കൊടുക്കും. ജിയൂണിനെ സിയ തടഞ്ഞില്ലായിരുന്നില്ല ഹാജുവിനെ കൊന്ന കുറ്റം കൂടെ അവന്റെ തലയിലായെന്ന് നാരി പറയും. ഹോസ്പിറ്റലിൽ നിന്ന് ഹാജുൻ വീട്ടിലേക്ക് ചെന്നിട്ട് ഒന്നുകൂടെ ജിയൂണിന്റെ ഫോണിലെ ഗിരിഗു ആപ്പ് അതൊന്ന് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ നോക്കും. അപ്പോഴാണ് അവന്റെ ചേച്ചി ഹെസ്തൽ അവനെ വിളിച്ചിട്ട് ഇനി ഒരു കാരണവശാലും ആ ആപ്പ് തുറക്കാൻ പോലും നിൽക്കരുത്, നിന്നെ നിന്റെ കൂട്ടുകാരി രക്ഷിച്ചില്ലായിരുന്നില്ല ആ പയ്യന്റെ ദേഹത്ത് കയറിയ പ്രേതം നിന്നെ കൊന്നേനെന്ന് പറയും. ആ പെൺകുട്ടിയും ഇപ്പോൾ ഈ ആപ്പിന്റെ ശാപവലയത്തിനുള്ളിലായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെയും കൊണ്ട് ഇവിടേക്ക് വരാൻ ആവശ്യപ്പെടും. ഹെസ്തല് പറഞ്ഞതിന്റെ സീരിയസ്നെസ് മനസ്സിലായോണ്ട് ഹാജുൻ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകും. ഹെസ്തല് പറഞ്ഞത് സത്യമായിരുന്നു കേട്ടോ. ICUവിൽ കിടക്കുന്ന ജിയൂൺ മരിക്കാറായെന്ന് മനസ്സിലായ സിയ ഗിരിഗോ ആപ്പിനോട് സിയൂൺ ഒരു മുറിവിന്റെ പാടുപോലും ഇല്ലാതെ തിരികെ ജീവിതത്തിലേക്ക് വരണമെന്ന് വിഷ് ചെയ്തായിരുന്നു. ഹാജുൻ എത്തുമ്പോഴേക്കും സിയ വിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. നീ എന്തിനാ ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചെന്ന് ഹാജുൻ ചോദിക്കുമ്പം ഹിയൂങ്ങിന് സംഭവിച്ചതുപോലെ ഇനി ജിയൂണിനും കൂടെ സംഭവിച്ചാൽ അത് താങ്ങാൻ സിയയ്ക്ക് പറ്റത്തില്ല. അതുമല്ല ഈ ആപ്പിന് പിന്നിൽ ആർക്കും കാണാൻ പറ്റാത്തൊരു ശക്തിയുണ്ട്. അത് ആപ്പിൽ വിഷ് ചെയ്താൽ മാത്രമേ അതെന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി കൂടിയാണ് സിയ ഗിരിഗോ ആപ്പിൽ വിഷ് ചെയ്തത്. അതെന്താന്ന് കണ്ട് അതിനെ സിയയ്ക്ക് ഇല്ലാതാക്കണം. അങ്ങനെ പിന്നെ ആർക്കും ഈ ആപ്പ് കാരണം ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ. ഇത് സിയ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം പെട്ടെന്ന് ഒരു പാട് പോലും മുഖത്ത് അവശേഷിപ്പിക്കാതെ ജിയൂൺ പഴയ രൂപത്തിലായിട്ട് കണ്ണു തുറക്കും. ആ നിമിഷം സിയയുടെ ഫോണിലെ ഗിരിഗോ ആപ്പിന്റെ ടൈമറും ഓൺ ആവും. സിയ വീടിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുത്തുകൊണ്ട് നാരി നേരെ സിയയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്തിനാണെന്നറിയത്തില്ല, നാരി അവളുടെ ഫോൺ എടുത്ത് പോകാതെ വീട് മൊത്തം തപ്പി താഴെ കിടക്കുന്ന ജിയൂണിന്റെ ഫോൺ കണ്ടുപിടിക്കും. അപ്പോഴാണ് നാരിയുടെ ഫോണിലും 13 മണിക്കൂറിന്റെ ഒരു ടൈമർ ഓണായി കിടക്കുന്നത് നമ്മൾ കാണുന്നത്. അതായത് നാരിയും ഗിരിഗോ ആപ്പിനോട് അത് ഹിയോങ് കൊടുത്ത അന്ന് തന്നെ എന്തോ ഒരു കാര്യം വിഷ് ചെയ്തായിരുന്നു. പക്ഷെ പെട്ടെന്ന് ജിയൂണിന്റെയും നാരിയുടെയും ടൈമർ ഒരുപോലെ ഓഫ് ആവും. പക്ഷെ നാരി ഗിരിഗോ ആപ്പ് ഉപയോഗിച്ചെന്നുള്ള കാര്യം സിയയ്ക്കും മറ്റുള്ളവർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സിയയോട് ഹാജുൻ ഈ പ്രശ്നത്തിൽ നിന്ന് ഇനി സിയയെ രക്ഷിക്കാനും അവളുടെ ആഗ്രഹം പോലെ ഗിരിഗോ ആപ്പ് നശിപ്പിക്കാനും അവന്റെ ചേച്ചി ഹെസ്തലിന് കഴിയുമെന്ന് പറയുന്നത്. അങ്ങനെ ഹെസ്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഹാജുൻ സിയയും കൊണ്ട് ഹെസ്തൽ താമസിക്കുന്നിടത്തേക്ക് പോകും. ഇവർ താമസിക്കുന്നത് ഒറ്റപ്പെട്ടൊരു ഗ്രാമത്തിലാണ്. അവിടെ ചുറ്റുവട്ടത്തെങ്ങും വേറെ ആരും താമസമില്ല. അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ പകുതി ദൂരമേ വണ്ടി പോകത്തുള്ളൂ. ബാക്കി ദൂരം നടന്നു വേണം പോകാൻ. ഹാജുവിനും 2-3 തവണ ഹെസ്തലിനെ കാണാനായിട്ട് അവളുടെ വീട്ടിൽ ചെന്നെങ്കിലും ബംഗൂള് അവനെ അകത്തേക്ക് കയറ്റിട്ടില്ല. ഹെസ്തലിന് പുറത്തേക്ക് വരാനും പറ്റത്തില്ല. എന്തായാലും ഒരുവിധം തപ്പിപ്പെറുക്കി സിയയും ഹാജുവിനും ഇരുട്ടത്ത് ആ വീട്ടിലെത്തും. ഹാജുവിനാണെങ്കിൽ ബംഗൂളിനെ തീരെ ഇഷ്ടമില്ല. ഇവരവിടെ വന്നതും ബംഗൂള് ചിരിച്ചുകൊണ്ട് വാതിൽ തുറന്ന് അകത്തേക്ക് ക്ഷണിക്കും. ഹാജുവിന് ഒട്ടും ഇഷ്ടമില്ലാത്തത് ബംഗൂളിന്റെ അളിയാന്നുള്ള വിളിയാണ്. അകത്തേക്ക് കയറിയതും സിയയുടെ ഫോണിലേക്ക് ജിയൂൺ വിളിക്കും. എന്നിട്ട് നീ എവിടാന്ന് ചോദിക്കും. അപ്പോഴേക്കും ഹെസ്തൽ ഓടി വന്നിട്ട് ഫോൺ കട്ട് ചെയ്യാൻ പറയും. ഹെസ്തലിന് പ്രേതങ്ങളെ കാണാനുള്ള കഴിവുണ്ട്. സിയയെ കാണുമ്പോൾ തന്നെ അവൾ പൊസസ്ഡ് ആണെന്ന് ഹെസ്തലിന് മനസ്സിലാവും. സിയയ്ക്കാണെങ്കിൽ അനങ്ങാൻ പോലും പറ്റാതെ ഫോണും ചെവിയിൽ വെച്ചിട്ട് അവളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക.
ഉടനെ ഹെസ്തല് ബംഗൂളിനോട് പറഞ്ഞിട്ട് അവിടുത്തെ മാന്ത്രിക കയറെടുപ്പിച്ച് അത് കൊണ്ടുവന്നിട്ട് അതുപയോഗിച്ച് സിയയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ മാറ്റാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴും സിയ തല ചെരിച്ച് ഹെസ്തലിനെ നോക്കും. അപ്പോഴേക്കും ഹെസ്തൽ അവളുടെ മാന്ത്രിക ശക്തി കൊണ്ട് സിയയുടെ കയ്യിലെ ഫോൺ താഴെ ഇടിപ്പിക്കും. അതോടെ സിയയുടെ ബോധം പോവും. പുറത്ത് എന്ത് സംഭവിച്ചാലും ബംഗൂള് പറയാതെ വീടിന് പുറത്തേക്ക് കാല് പോലും കുത്താൻ പാടില്ലെന്ന് ഹാജുവിന് മുന്നറിയിപ്പ് കൊടുത്തിട്ട് ഹെസ്തല് സിയയെ അവൾ പ്രാർത്ഥിക്കുന്നൊരു പാമ്പ് ദൈവമുണ്ട് അതിന്റെ മുമ്പിലുള്ള കൂടിന് മുമ്പിൽ കൊണ്ട് കിടത്തും. സിയയുടെ ഫോണ് പുണ്യവെള്ളത്തിൽ എന്നിട്ട് മുക്കി വെക്കും. എന്നിട്ട് സിയയുടെ കയ്യിൽ ഒരു വെളുത്ത ചരട് കെട്ടിയിട്ട് അതിന്റെ മറ്റേ അറ്റം ഹെസ്തന്റെ കയ്യിലും കെട്ടും. ബംഗൂളിന്റെ കയ്യിൽ ഒരു മാന്ത്രിക കത്തിയുണ്ട്. അതിന്റെ പിടിയിലാണെങ്കിൽ ഒരു കോമ്പസ് ഉണ്ട്. ഈ കോമ്പസ് ദുഷ്ടശക്തികളുടെ സാന്നിധ്യം കാണിക്കും. കത്തി കൊണ്ട് ദുഷ്ടശക്തികളെ അകറ്റി നിർത്താം. സിയ കിടക്കുന്നതിന് പുറത്ത് ബംഗൂള് അവന്റെ കത്തിയുമായിട്ട് കാവൽ നിൽക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹാജുൻ അവിടെ ഇരിപ്പുണ്ട്. ബംഗൂള് അവന്റെ കയ്യിലെ മാന്ത്രിക കത്തി കൊണ്ട് സിയ കിടക്കുന്നതിന് ചുറ്റും വട്ടം വരച്ചിട്ട് ദുഷ്ടശക്തികൾക്ക് സിയയോ ഹെസ്തലിനോ തൊടാൻ പറ്റാത്ത രീതിയിൽ ഒരു സുരക്ഷിതമായിട്ട് വെക്കും. അത് കഴിഞ്ഞതും പ്രാർത്ഥിച്ചുകൊണ്ട് ഹെസ്തല് സിയയുടെ ആത്മാവിനെ മറ്റൊരു ഡയമെൻഷനിലെത്തിക്കും. അതെന്തോ പ്രേതലോകമോ മറ്റോ കേട്ടോ. സിയയുടെ ആത്മാവ് പൊസസ്ഡ് ആയതുകൊണ്ട് ആ ലോകത്തിലെ 3 വാതിലുകളിലൂടെ പുറത്തു വന്നാൽ സിയയുടെ ആത്മാവിന് ഗിരിഗു ആപ്പിന്റെ ശാപത്തിൽ നിന്നും പിന്നെ ഇതിലെല്ലാം കാരണമാവുന്നുള്ള ആ പ്രേതത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. അവളെ സഹായിക്കാനായിട്ട് ഹെസ്തലിന്റെ ആത്മാവും പ്രേതലോകത്തേക്ക് ചെല്ലും. എന്ത് വന്നാലും തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഹെസ്തലിന്റെ നിർദ്ദേശങ്ങൾ കേട്ട് അതനുസരിച്ച് പേടിക്കാതെ മുമ്പോട്ട് പോകണം. എന്ത് മുൻപിൽ കണ്ടാലും പേടിക്കാനോ അവിടെ നിൽക്കാനോ അല്ലെ അത് നോക്കി തിരിഞ്ഞു നിൽക്കാനോ ഒന്നും പാടില്ല. ഹെസ്തലിന്റെ ആത്മാവിന് ഒരിക്കലും സിയയുടെ ഒപ്പം ചെല്ലാൻ പറ്റത്തൂല. സിയ തനിയെ വേണം വാതിലുകൾ കണ്ടുപിടിച്ച് പുറത്തേക്ക് പോകാൻ. സിയ തിരിഞ്ഞു നോക്കിയ പ്രേതത്തിന് ഹെസ്തലിനെ കാണാൻ പറ്റും. അങ്ങനെ കണ്ടാൽ അത് ഹെസ്തലിനും ആപത്താണ്. ഹെസ്തല് പറഞ്ഞതെല്ലാം കേട്ടിട്ട് സിയ മുന്നോട്ട് നടക്കുമ്പം ആദ്യത്തെ വാതിൽ കാണും. അതിനകത്ത് കയറിയ സിയ എത്തുന്നത് അവളുടെ ക്ലാസ്സിനടുത്താണ്. സിയയുടെ ആത്മാവിന്റെ കയ്യിലും ഫോണൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇരുട്ടില്ലയോ, അതായിരിക്കും. മുന്നോട്ട് നടക്കുന്ന സിയ അവിടെ നിൽക്കുന്ന ഹിയൂങ്ങിന്റെ ആത്മാവിനെ കാണും. അവൻ അവളെ കയ്യിലിരിക്കുന്ന പേനാക്കത്തി കൊണ്ട് കുത്താൻ വന്നതും സിയ തിരിഞ്ഞു നോക്കാതോടും. ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല, എന്റെ കൂടെ നിന്നെ ഞാൻ കൊണ്ടുപോകുമെന്നും പറഞ്ഞ് ഹിയൂങ് കരയുമ്പം നീ പ്രേതമാടാ, എന്റെ കൂട്ടുകാരൻ ഹിയൂങ് അല്ലെന്നും പറഞ്ഞിട്ടാ സിയ ഓടുന്നത്. എന്നിട്ട് അവൾ രണ്ടാമത്തെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ആക്സിഡന്റ് പറ്റി മരിച്ചു കിടക്കുന്ന അച്ഛനെ അമ്മയാ. ഇതിൽ ചില സീനൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് ബ്രൂട്ടലാ. അവരെ കണ്ട് സിയ സങ്കടത്തോടെ നിൽക്കുമ്പം അത് നിന്റെ അമ്മയല്ല, ശ്രദ്ധിക്കാതെ മുൻപോട്ട് നടക്കാനായിട്ട് ഹെസ്തല് പറയും. അത് കേട്ട് സിയ മുന്നോട്ട് നടന്നതും സിയയുടെ അമ്മയുടെ ആത്മാവ് അവളുടെ കാലിൽ പിടിച്ചിട്ട് പോവല്ലേ, എനിക്കൊപ്പം ഇവിടെ നിൽക്കാൻ പറയും. ഇത് കേട്ട് സിയ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നതും പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെസ്തലിന് സിയയെ പ്രേതം ട്രാപ്പിൽ പെടുത്തിയെന്ന് മനസ്സിലാവും. മാന്ത്രിക ചന്ദനത്തിരി അന്നിൽ പെട്ടെന്ന് കത്തുന്നത് കണ്ട ബംഗൂളിനും അപകടം മനസ്സിലാവും. അവനുടനെ ഹെസ്തന്റെ അടുത്ത് ചെന്നിട്ട് സിയ അപകടത്തിലാണ്, നീ മാസ്ക് മാറ്റി ആ ലോകത്തേക്ക് പോകരുത്, അങ്ങനെ ചെയ്ത സിയയുടെ ആത്മാവിനെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് നിന്നെ ഇല്ലാതാക്കാനായിരിക്കും ആ പ്രേതം ശ്രമിക്കുന്നതെന്ന് മുന്നറിയിപ്പ് കൊടുക്കും. ഈ ബഹളം കേട്ട് ഹാജും വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് നാരി വിളിക്കുന്നത്. അവനത് കാണുന്നുണ്ടെങ്കിലും ആ സിയയുടെ ടെൻഷൻ കാരണം അവനെ ഫോൺ എടുക്കുന്നില്ല. പെട്ടെന്ന് അവൻ സിയ ജിയൂണിനെ രക്ഷിച്ച പോലെ സിയയെ രക്ഷിക്കാനായിട്ട് ഒരു പേപ്പറിൽ അവന്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എഴുതിയിട്ട് ഗിരിഗു ആപ്പിനോട് വിഷ് ചെയ്യാനായിട്ട് ഗിരിഗു ആപ്പ് തുറന്നതും സിയ അവളുടെ അമ്മയെ ശ്രദ്ധിക്കാതെ കരഞ്ഞുകൊണ്ട് മൂന്നാമത്തെ വാതിലിന് നേരെ ഓടും. എന്നാൽ മൂന്നാമത്തെ വാതിൽ തുറന്ന സിയ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ബംഗൂളിനെയും ഹാജുവിനെയാണ്. അവരവളെ എഴുന്നേപ്പിച്ചിരുത്തിയിട്ട് പേടിക്കണ്ട, നീ രക്ഷപ്പെട്ടെന്ന് ആശ്വസിപ്പിക്കും. അപ്പോഴാണ് സിയ ഹെസ്തൽ എവിടാന്ന് ചോദിക്കുന്നത്. ഹെസ്തലാണേലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കാൻ പോവാ, ഇപ്പം വരുമെന്ന് ബംഗൂള് പറയുമ്പം ഹെസ്തലിന്റെ സംസാരം സിയ കേൾക്കും. ഉടനെ ബംഗൂള് നിന്നോട് ആരെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ആരുടെ ശബ്ദമോ കേൾക്കുന്നതെന്ന് ചോദിക്കും. ഉടനെ ഹെസ്തലിന്റെ ശബ്ദം, നീ ഇപ്പം മൂന്നാമത്തെ വാതിലിനകത്താണ് നിൽക്കുന്നത്, അവിടുന്ന് പുറത്തിറങ്ങിയാലേ ഈ ചടങ്ങ് പൂർത്തിയാവത്തുള്ളൂ, നിന്റെ മുൻപിലുള്ളത് ബംഗൂളും ഹാജുനും അല്ല, ഇതെല്ലാം ആ പ്രേതത്തിന്റെ കളിയാണ്, അതുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ എഴുന്നേക്കാൻ പറയും. ഹെസ്തല് മാസ്ക് ഇട്ടേക്കുന്നതുകൊണ്ടും മാന്ത്രിക ശക്തി ഉള്ളതുകൊണ്ടും അവളുടെ അടുത്തേക്ക് പ്രേതത്തിന് ചെല്ലാൻ പറ്റത്തില്ല. സിയയെക്കാളും ഇപ്പോൾ പ്രേതത്തിന്റെ ലക്ഷ്യം ഹെസ്തറാണ്. ഹെസ്തൽ ഉള്ളതുകൊണ്ടാണ് സിയ മരിക്കാത്തതും ഹെസ്തല് സഹായിച്ച സിയയ്ക്ക് ഈ പ്രേതത്തിനെ ഇല്ലാതാക്കാൻ പോലും പറ്റും. അതുകൊണ്ടിപ്പം സിയ വഴി എങ്ങനെങ്കിലും ആ പ്രേതത്തിന് ഹെസ്തലിന്റെ അടുത്തെത്തണം. അതിന് സിയ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. ബംഗൂളും ഹാജുനും എന്തൊക്കെ പറഞ്ഞിട്ടും സിയ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് മനസ്സിലായതും ഹാജുൻ പേടിച്ചിട്ട് സിയയോട് നിന്റെ പിറകിൽ എന്താന്ന് ചോദിക്കും. സിയ ഹാജുവിനെ നോക്കുമ്പം സിയയ്ക്ക് പിന്നിലുള്ള ദുഷ്ടശക്തിയുടെ നിഴല് ഹാജുവിന് നേരെ വരുന്നത് കണ്ട് സിയ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. അതിപ്പോൾ ആരെങ്കിലും പിറകിൽ എന്താന്ന് ചോദിച്ചാൽ നമ്മളായാലും തിരിഞ്ഞു നോക്കിപ്പോവും. സിയെ അത്രയും ചെയ്തിട്ടുള്ളൂ, അവളും തിരിഞ്ഞു നോക്കി. അതോടെ സിയയുടെയും ഹെസ്തലിന്റെയും കയ്യിൽ കെട്ടിയ ആ വെളുത്ത ചരടുണ്ടല്ലോ അത് പൊട്ടിപ്പോവും. ഹെസ്തലിനെ പ്രേതം ആക്രമിക്കും.
ഹെസ്റ്റലിന്റെ മുഖത്തൂടെ രക്തം വരാൻ തുടങ്ങും. ഇത് കണ്ട ബെങ്കൂള് വന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. വീണ്ടും പ്രാർത്ഥനയോടെ അവൾ മൂന്നാമത്തെ വാതിലിനടുത്തേക്ക് സിയെ നിർത്തും. ഇത്തവണ അവളുടെ കയ്യിലൊരു ചുമന്ന ചരടും അതിന്റെ ദൂരം വേറെ എന്തിലോ കെട്ടിയിരിക്കുന്നതും സിയയുടെ ആത്മാവ് കാണും. അവൾ നടക്കുന്ന ആ വഴി മൊത്തം രക്തമാണ്. എന്നിട്ടും പേടിക്കാതെ അവൾ മുൻപോട്ട് നടക്കുമ്പം മുന്നിലേക്ക് ധാരാളം രക്തം പുരട്ട മുഖം മറച്ച മനുഷ്യരൂപങ്ങൾ വീഴാൻ തുടങ്ങും. അതോടെ സിയയുടെ ആത്മാവിന്റെ കണ്ണീന്നും മൂക്കിന്നും രക്തം വരാൻ തുടങ്ങും. സിയയുടെ കയ്യിലെ ചുമന്ന ചരടിന്റെ അറ്റത്ത് ഒരു ഫോണും അതിന് പിന്നിലായിട്ട് കഴുത്ത് മുറിഞ്ഞ് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയും സിയ കാണും. അപ്പോഴേക്കും മാസ്ക് ഉപേക്ഷിച്ചിട്ട് ഹെസ്തലിന്റെ ആത്മാവും മാന്ത്രിക ശക്തി കൊണ്ട് സിയയുടെ അടുത്തേക്ക് വരും. ഹെസ്തൽ നോക്കുമ്പം ചുവന്ന കളറിലെ ഒരു ഫോണ് അവിടെ ഒരു സ്റ്റാൻഡ് ഇരിക്കുന്ന കാണും. പക്ഷേ എത്രയും പെട്ടെന്ന് മൂന്നാമത്തെ വാതിലിന് പുറത്ത് കടക്കണ്ടുകൊണ്ട് ഹെസ്തല് സിയയും കൊണ്ട് മൂന്നാമത്തെ വാതിലിന് നേരെ ഓടും. എന്നാൽ പ്രേതം സിയയെ ആക്രമിക്കാൻ വന്നതും ഹെസ്തൽ അത് തടഞ്ഞിട്ട് സിയയും കൊണ്ട് മൂന്നാമത്തെ വാതിൽ തുറന്ന് പുറത്തു വരും. ഇതോടെ സിയയുടെയും ഹെസ്തലിന്റെ ആത്മാക്കള് അവരുടെ ശരീരത്തിലേക്ക് തിരികെ കയറും. സിയയുടെ ടൈമർ ഇപ്പം സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പുറത്തേക്ക് വന്നോളാൻ ബംഗൂള് പറഞ്ഞുകൊണ്ട് ഹാജുൻ സിയയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ടെല്ലാം ഓക്കെ ആയോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ ഹെസ്തലിന്റെ മുഖത്തെയും ശരീരത്തെയും രക്തം കാണുന്നത്. അതെന്താന്ന് അവൻ ചോദിക്കുമ്പം അതൊക്കെ പിന്നീട് പറയാം, സിയ രക്ഷപ്പെട്ടു, പക്ഷെ ചടങ്ങ് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ആദ്യം നീ സിയെ റൂമിലേക്ക് കൊണ്ടുപോകാൻ പറയും. ബംഗൂള് നോക്കുമ്പം ഹെസ്തലിന്റെ കയ്യിൽ വലിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. അതാണെങ്കിലും നേരത്തെ പ്രേതം സിയെ ആക്രമിക്കാൻ നോക്കിയില്ലേ, അന്നേരം തടഞ്ഞപ്പോൾ പറ്റിയതാ. പക്ഷേ അത് ഹെസ്തല് ആരാധിക്കുന്ന പാമ്പ് ദൈവം അവളുടെ കയ്യിൽ കയറി ആ മുറിവങ്ങ് മാറ്റിക്കൊടുക്കും. പുറത്തേക്കിറങ്ങിയ ബംഗൂള് നോക്കുമ്പം ഹാജുവും വലിച്ചെറിഞ്ഞ പേപ്പർ നിലത്ത് കിടക്കുന്ന കാണും. നാരിയാണേല് സിയയും ജിയൂണിനെയും കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് സിയ അവിടെ ഇല്ലെന്നുള്ള കാര്യം അറിയുന്നത്. സിയ ഹാജുവിനൊപ്പം പോയതാന്ന് മാത്രമേ സിയയുടെ ആന്റിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് ആന്റി നാരിയോട് സിയയും ഹാജുനും എവിടേക്കാ പോയെന്ന് തിരക്കും. ആന്റി പറയുമ്പോഴാണ് സിയ ഹാജുവിനൊപ്പോ പോയതെന്ന് പോലും നാരി അറിയുന്നത്. ജിയൂൺ ഇപ്പം ഓക്കെ ആയി അവൻ റൂമിലുണ്ടെന്നറിഞ്ഞ നാരി അവനെ കാണാനായിട്ട് പോകും. എന്നിട്ട് അവളെടുത്ത വീഡിയോ അവനെ കാണിക്കും. ജിയൂണിനാണെങ്കിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും ഓർമ്മയില്ല. ഉടനെ നാരി അവനോട് പറയുന്നോണ്ടൊന്നും തോന്നരുത്, സിയയോട് നീ ഓക്കെ ആയി കാണാൻ വരുന്നില്ലെന്ന് ചോദിച്ചപ്പം അവളും ഹാജുനും ഇനി അവർക്ക് നിന്നെ കാണണ്ട, പേടിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പക്ഷെ എനിക്കങ്ങനെ നിന്നെ കാണാതിരിക്കാൻ തോന്നിയില്ല, അതാ വന്നേന്ന് പറയും. ബംഗൂള് നേരത്തെ കിട്ടിയ പേപ്പർ ഹാജുവിനെ കാണിച്ചിട്ട് സിയയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഇതുവരെ പൂർണ്ണമായിട്ടും പറ്റിയിട്ടില്ല, അതിൻ്റെ ഇടയിൽ കൂടെ നീയായിട്ട് ഇമാതിരി ഇരട്ടിപ്പണി ഉണ്ടാക്കി തരരുതെന്ന് പറയും. സിയയും ഹാജുനും ഡ്രസ്സ് ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നല്ലോ, അതുകൊണ്ട് സിയയ്ക്ക് മാറാനായിട്ട് ഹെസ്തല് അവളുടെ കുറച്ച് തുണികൾ കൊടുക്കും. സിയ കാരണം ഹെസ്തലും ഇപ്പോൾ അപകടത്തിലായെന്നറിയാവുന്ന സിയ അവളോട് മാപ്പ് ചോദിക്കും. പക്ഷേ സിയ തിരിഞ്ഞു നോക്കിയതിൽ ഹെസ്തലിന് ദേഷ്യമൊന്നുമില്ല. നീ ചെറിയ കുട്ടിയല്ലേ, പേടിക്കാതെ പോയി കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് ഹെസ്തല് പോവും. പക്ഷേ സിയയ്ക്ക് അവൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, ഇനി ഒരാളും ഈ ആപ്പ് കാരണം മരിക്കരുതെന്നാണ് ആഗ്രഹം. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ആപ്പിനെ കുറിച്ചും അതുണ്ടാക്കിയവരെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയണം. ഈ ആപ്പിന് ഇത്ര ശക്തി കിട്ടാനും ആളുകളെ കൊല്ലാനും കഴിയുന്നത് മിക്കവാറും ഈ ആപ്പ് ഉണ്ടാക്കിയ ആളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമോ ശക്തമായിട്ടുള്ള മന്ത്രവാദം ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ബലി കൊടുത്തോ ഇനിയല്ല ഏതെങ്കിലും പകയുടെ പുറത്തോ ഉണ്ടാക്കിയ ആപ്പ് ആവാനാണ് സാധ്യത. ഇനി ഈ ആപ്പ് കാരണം ഒരാൾ മരിക്കാതിരിക്കണമെങ്കിൽ ഈ ആപ്പ് ഉണ്ടാക്കിയ യഥാർത്ഥ ഫോൺ, അത് സിയയും ഹെസ്തലും ആത്മാക്കളുടെ ലോകത്ത് വെച്ച് കണ്ടായിരുന്നല്ലോ, ആ ചുവന്ന ഫോൺ എവിടാന്ന് കണ്ടുപിടിച്ച് അതിനെ നശിപ്പിക്കണം. സിയയ്ക്ക് മാത്രമേ അത് കണ്ടെത്താനും നശിപ്പിക്കാനും പറ്റത്തുള്ളൂ. കാരണം അവളും ആ പെൺകുട്ടിയും തമ്മിൽ കണക്റ്റഡ് ആയിട്ട് അവൾ മരിക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ ഹെസ്തല് സിയെ രക്ഷിച്ചത്. അതുകൊണ്ട് ഇപ്പോഴും സിയയും ആ ആത്മാവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. സിയയ്ക്ക് ഹെസ്തലുമായിട്ടും കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് സിയ തന്നെ ആ ഫോൺ കണ്ടെത്തി അതുമായിട്ട് ഇവിടെ വരണം. എന്നിട്ട് ഹെസ്തൽ അത് കയ്യിലെ മാന്ത്രിക അമ്പ് കൊണ്ട് നശിപ്പിച്ചു കളയും. ഇത്രയും ചെയ്താലേ ആ ആപ്പ് ഇനി ആരെയും കൊല്ലാതിരിക്കത്തുള്ളൂ. രാത്രി കിടന്നുറങ്ങുമ്പം സിയയ്ക്ക് പുറത്ത് പെയ്യുന്ന ആ മഴവെള്ളം അകത്തും വീഴുന്നതായിട്ട് തോന്നും. അവള് കണ്ണു തുറന്നു നോക്കുമ്പം അത് സാധാ മഴയല്ല, രക്തമാണ് മഴ പോലെ പെയ്യുന്നത്. സിയ പേടിച്ച് ചുറ്റും നോക്കുമ്പോഴാണ് അവളുടെ മുന്നിൽ കഴുത്ത് മുറിഞ്ഞൊരു പെൺകുട്ടി നിൽക്കുന്നത് കാണുന്നത്. ആ പെൺകുട്ടി പിന്നിലേക്ക് വിരല് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. സിയ അവിടേക്ക് നോക്കുമ്പം അവിടെ വേറൊരു പെൺകുട്ടി നിൽപ്പുണ്ട്. പേടിച്ച സിയ കണ്ണു തുറന്ന് ചുറ്റിനും നോക്കുമ്പം തൊട്ടടുത്ത് ഹെസ്തൽ ഇരിപ്പുണ്ട്. സിയ സ്വപ്നം കണ്ടതാട്ടോ. അവള് സ്വപ്നം കണ്ട് പേടിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായ ഹെസ്തല് സിയയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കും. ഹെസ്തലിനോട് സിയ അവള് കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയും. ഹെസ്തലും സിയയും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കാനും സിയയ്ക്ക് ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ട് ഹെസ്തല് അവളുടെ കയ്യിലും ഹെസ്തലിന്റെ കയ്യിലും മന്ത്രിച്ച ചരട് കെട്ടും. സിയയും ബംഗൂളും ഹാജുനും കൂടി ആ ഫോണിനെ കുറിച്ചും സിയ സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടികളെ കുറിച്ചും അറിയാനായിട്ട് സിറ്റിയിലേക്ക് പോവുകയാണ്.
നിലവിൽ ഇവർക്കിപ്പം ആ പെൺകുട്ടികൾ ആരാന്നോ എന്താന്നോ ഒന്നും അറിയത്തില്ല. ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഹിയോങ്ങിന്ന് വേണം അന്വേഷണം തുടങ്ങാൻ. പോകാനിറങ്ങിയ ഹാജൂൺ തിരിച്ചു വന്നിട്ട് ചേച്ചിയും ഒരുപാട് സൂക്ഷിക്കണം, എനിക്ക് എന്റെ ചേച്ചിയെ അടുത്ത് തന്നെ വേണമെന്ന് ഹെസ്തലിനോട് പറയും.